തരത്തിലുള്ള വേദന, നടുവേദനയായിട്ടോ കഴുത്തുവേദനയായിട്ടോ പുറം വേദനയായിട്ടോ ജീവിതം തള്ളി നിൽക്കുന്ന ആളുകൾ ഒരുപാടാണ്. അത് കാരണം ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ജോലി ബുദ്ധിമുട്ടി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വേദന കാരണം സൈകെട്ട് നടക്കുന്ന ആൾക്കാർ, ഇത്തരത്തിൽ പല രീതിയിൽ നമ്മളെ സമൂഹത്തിലുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സ്പൈൻ റിലേറ്റഡ് പെയിൻ. അപ്പോൾ അവരെയെല്ലാം നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്പൈൻ ഡേയിൽ ചിന്തിക്കുന്നത്. സ്പൈൻ എങ്ങനെയാണ് നമുക്ക് പെയിൻ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണത് നമ്മളെ ബാധിക്കുന്നത്, ഇത്രയും പ്രശ്നമായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. ഇന്ന് ഒക്ടോബർ 16 ഒക്ടോബർ 16 വേൾഡ് സ്പൈൻ ഡേ എന്നറിയപ്പെടുന്ന ദിവസമാണ്. എന്തുകൊണ്ടാണ് ഒക്ടോബർ 16 വേൾഡ് സ്പൈൻ ഡേ ആയിട്ട് ഒരു ദിവസം വേൾഡ് സ്പൈൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്? നമ്മളെ ഒരുപാട് ആളുകൾ സ്പൈനിൻ്റെ പ്രശ്നം കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ജീവിതം എല്ലാ ദിവസവും ഈ ഇത്തരത്തിലുള്ള വേദന, നടുവേദനയായിട്ടോ കഴുത്തുവേദനയായിട്ടോ പുറം വേദനയായിട്ടോ ജീവിതം തള്ളി നിൽക്കുന്ന ആളുകൾ ഒരുപാടാണ്. അത് കാരണം ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ജോലി ബുദ്ധിമുട്ടി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വേദന കാരണം സൈകെട്ട് നടക്കുന്ന ആൾക്കാർ, ഇത്തരത്തിൽ പല രീതിയിൽ നമ്മളെ സമൂഹത്തിലുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സ്പൈൻ റിലേറ്റഡ് പെയിൻ. സ്പൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ മുന്നിൽ നിങ്ങൾക്ക് കാണാം, ഇത് വെർട്ടിബ്രൽ കോളം, നമ്മളെ മുകളിൽ കഴുത്ത് മുതൽ താഴെ വരെയുള്ള ഈ ഭാഗത്തിനാണ് നമ്മൾ സ്പൈൻ എന്നുകൊണ്ട് നട്ടെല്ല് എന്ന് കോമൺ ആയിട്ട് പറയുന്ന ഈ ഒരു സംഭവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ വേൾഡ് സ്പൈൻ ഡേയുടെ തീം എന്ന് വെച്ചാൽ എവരി സ്പൈൻ കൗണ്ട്സ്. അതായത് നമ്മൾ ഓരോരുത്തരുടെ സ്പൈനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോരോ വ്യക്തിയുടെ സ്പൈനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരെയെല്ലാം നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്പൈൻ ഡേയിൽ ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സ്പൈൻ എങ്ങനെയാണ് നമുക്ക് പെയിൻ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണത് നമ്മളെ ബാധിക്കുന്നത്, ഇത്രയും പ്രശ്നമായി മാറുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ സ്പൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് കഴുത്ത് മുതലേ താഴെ വരെ ഉണ്ട്. ടോട്ടൽ നമുക്ക് 33 കശേരുക്കളുണ്ട്. ഈ 33 കശേരുക്കൾക്കിടയിൽ, ഓരോ കശേരിൻ്റെ ഇടയിൽ നമുക്ക് ഡിസ്ക് കാണാം. ഡിസ്ക് ചെറിയ ഒരു ഷോക്ക് അബ്സോർബറാണ് ഡിസ്ക്. അത് ഓരോ കശേരുക്കൾക്കിടയിലും കാണാം. പിന്നെ അത് കൂടാതെ ഓരോ ഡിസ്കിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഓരോ കഴുത്ത് മുതൽ താഴെ വരെ നിങ്ങൾക്ക് ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് നാഡികളാണ്. അപ്പോൾ തലച്ചോറിൽ നിന്നും സ്പൈനൽ കോഡ് വഴി നാഡികളെല്ലാം താഴോട്ടിറങ്ങി ഓരോ ലെവലിലെത്തുമ്പോഴും അതാത് ലെവലിലേക്കുള്ള നാഡികൾ ഡിസ്കിൻ്റെ പുറകിൽ നിന്ന് സൈഡിലൂടെ പുറത്തോട്ടിറങ്ങും. അപ്പോൾ ഇതിൽ ഏത് സ്ട്രക്ചർ, നമുക്ക് ഈ കശേരിൻ്റെ പ്രശ്നം കാരണവും ഡിസ്കിൻ്റെ പ്രശ്നം കാരണവും ഈ നാഡികളുടെ പ്രശ്നം കാരണവും ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന പേശികളുടെ പ്രശ്നം കാരണവും നമുക്ക് വേദന ഉണ്ടാവാം. അത് കഴുത്ത് വേദനയാവാം, പുറം വേദനയാവാം, അല്ലെങ്കിൽ നടുവേദനയാവാം. പല രീതിയിൽ നമുക്ക് വരും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് ഇതിന് പ്രധാന കാരണം വരുന്നത്, എങ്ങനെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് എങ്ങനെ വരാതിരിക്കാം എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഈ വേൾഡ് സ്പൈൻ ഡേയിൽ നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്പൈൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം നമുക്കെന്ന് വെച്ചാൽ പൊസിഷനാണ്. അതായത് എർഗണോമിക്സ് എന്ന് പറയും. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉദാഹരണത്തിന് കഴുത്തിൻ്റെ പ്രശ്നം ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത് ഈ വളഞ്ഞിരുന്നിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകളിലാണ്. അതായത് IT പ്രൊഫഷണൽസ്, അതായത് ഓഫീസുകളിൽ ഇരുന്നിട്ട് കുറേ നേരം കമ്പ്യൂട്ടറിലോ മറ്റുള്ളതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് പഠിക്കാനുള്ള കുട്ടികളിലും അതുപോലെയുള്ള ഒരുപാട് പഠിക്കാനുള്ള CA കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകൾക്ക്, ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ് കോമൺ ആയിട്ട് സ്പൈനിൻ്റെ പ്രോബ്ലം കാണുന്നത്. അത് യങ് ആയിട്ടുള്ള ആളുകളിൽ. പ്രായം കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ, അതായത് 60 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാരിൽ കഴുത്തിൻ്റെ തേയ്മാനം, അതായത് ഈ സൈഡിലുള്ള ജോയിൻറ്റിൻ്റെ തേയ്മാനം, ഫാസറ്റ് ജോയിൻ്റ് ആർത്രോപ്പതി എന്നറിയപ്പെടുന്ന ജോയിൻറ്റിൻ്റെ തേയ്മാനം കാരണം വേദന വരും. അത് പ്രായത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പക്ഷേ യങ് ആയിട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ജോലിനെ ബാധിക്കുന്ന രീതിയിൽ വേദന വരുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്കാണ്. അപ്പോൾ എന്താണ് പ്രശ്നം സംഭവിക്കുന്നത്? അവരുടെ കാര്യത്തിൽ മെയിനായിട്ട് വരുന്നത് പൊസിഷൻ്റെ പ്രശ്നമാണ്. നമ്മൾ കൃത്യമായ പൊസിഷൻ ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുമ്പോൾ കഴുത്തിലുണ്ടാകുന്ന സ്ട്രെയിന് കാരണമാണ് അവർക്ക് മിക്കപ്പോഴും പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ, നമ്മളെ കണ്ണിൻ്റെ പൊസിഷൻ, എവിടെയാണ് നമ്മൾ സിസ്റ്റം വെക്കുന്നത് അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെക്കുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക് സപ്പോർട്ട് വേണം. ബാക്കിൽ ഇവിടെ വരെ മുകൾ ഭാഗത്ത് വരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റെയർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാൻ നോക്കുക. എപ്പോഴും നമ്മൾ
കംഫർട്ടബിളായിട്ട് ഇരിക്കുക, അതുപോലെ നേരെ ഇരുന്ന് ജോലി ചെയ്യാൻ നോക്കുക. കഴിയുന്നതും ഈ വളഞ്ഞ് ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന, കൈ സ്ട്രെയിൻ ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്നത്, കൈക്ക് സപ്പോർട്ട് എപ്പോഴും അത് ചെയറിലാണെങ്കിലും അല്ലെങ്കിൽ ടേബിളിലാണെങ്കിലും കൈക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കഴുത്തിൻ്റെ മസിൽസിലുണ്ടാകുന്ന സ്ട്രെയിൻ ഒഴിവാകുകയും നമുക്ക് വേദന വരുന്നത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് എർഗണോമിക്സ്. അത് കൂടാതെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കുക. ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 30-40 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് നടന്ന് രണ്ടാമത് വന്ന് ഇരിക്കുകയാണെങ്കിൽ ആ പ്രശ്നമില്ല. അപ്പോൾ ഒരേ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഡിസ്കിൻ്റെ ഉള്ളിലേക്കുള്ള രക്തോട്ടം കുറയുകയും നമുക്ക് പ്രശ്നം വരികയും ചെയ്യുക. അപ്പോൾ കഴിയുന്നതും കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക, ഒന്ന് എണീറ്റ് നടന്ന് രണ്ടാമത് വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതുകൂടാതെ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ പലപ്പോഴും കൂടെ സ്മോക്കിംഗ് ഉണ്ടാവും. നമ്മൾ സ്ട്രെസ്സ് കാരണമോ മറ്റുള്ള പല കാരണങ്ങളും നമ്മൾ പറയാറുണ്ടെങ്കിലും സ്മോക്കിംഗ് നമ്മളെ ഡിസ്കിൻ്റെയും സ്പൈനിൻ്റെയും ഹെൽത്തിനെ ഭയങ്കര മോശമായി ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കഴിയുന്നത് നമ്മൾ സ്മോക്കിംഗ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഒരു കാര്യം, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് പൊസിഷൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ജോലി ചെയ്യുമ്പോൾ പൊസിഷൻ ശ്രദ്ധിക്കുക. രണ്ടാമത് നമ്മുടെ ഹെൽത്തി ഡയറ്റ്, അതായത് നമ്മളെ പ്രോപ്പർ ന്യൂട്രീഷൻ, നമുക്ക് ആവശ്യമുള്ള എല്ലിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂട്രീഷൻ നമുക്ക് അത്യാവശ്യമാണ്. ന്യൂട്രീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് വെയിറ്റ് കൂടാതെ, അതായത് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഒബീസിറ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നടുവേദനയ്ക്ക് ഒരു കാരണം. അപ്പോൾ വെയിറ്റ് കൂടാതെ നോക്കുക. അതുപോലെ ബോണിന് ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക. കൂടുതലും കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയും മറ്റുള്ള പ്രോട്ടീൻസും അതുപോലെ തന്നെ കാൽഷ്യം മിനറൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അത് നമ്മൾ പ്രോപ്പർ ഡയറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ടുള്ളത് നമ്മളെ വ്യായാമമാണ്. ഹെൽത്തി വ്യായാമം, അതായത് നമ്മൾ സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യായാമം, അത് എയറോബിക്സ് ആവാം, സ്വിമ്മിങ് ആവാം, നടത്തമാവാം, ഏതെങ്കിലും രീതിയിൽ. അത് ഇന്ന് കൃത്യമായി ഇത് തന്നെ ചെയ്യണമെന്ന് നമുക്കില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യായാമം തുടർച്ചയായി നിലനിർത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളെ ഈ സ്പൈനിൻ്റെ പ്രശ്നം, അതായത് നമ്മൾ എപ്പോഴും ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക. ചെറിയൊരു പെയിന് വന്നാൽ നമ്മൾ റെസ്റ്റ് എടുത്ത് മാറ്റുന്നതിന് പകരം നമ്മൾ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് പെയിന് മാറ്റിയെടുക്കാൻ നോക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം റെസ്റ്റ് എടുക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ നട്ടലിൻ്റെ ശക്തി കുറയുകയും ബുദ്ധിമുട്ടുകൾ കൂടുകയും ചെയ്യും. അപ്പോൾ കഴിയുന്നതും നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള റെസ്റ്റ്, 4-5 ദിവസം റെസ്റ്റ് എടുക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ 1 മാസം റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ 2 മാസം റെസ്റ്റ് എടുക്കുക എന്നുള്ള സംഭവം ഒരിക്കലും സ്പൈൻ സംബന്ധമായ വേദനകൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇത് സംബന്ധമായി നമുക്ക് എങ്ങനെയാണ് തുടങ്ങി, ഇപ്പോൾ ഇത് അസുഖം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് വേൾഡ് സ്പൈൻ ഡേൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ബാക്കി നമുക്കെന്ന് വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ കഴുത്തിൻ്റെ ഭാഗത്താണെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ 2-3 രീതിയിൽ വേദന വരാം. ഒന്ന് കഴുത്തിൻ്റെ ചുറ്റുവട്ടത്ത് മാത്രമായിട്ട്, കഴുത്തിൽ നിന്ന് ഷോൾഡർ വരെയുള്ള ഭാഗത്ത് മാത്രമായിട്ട് വേദന വരാം. അല്ലെങ്കിൽ കഴുത്തിൽ നിന്ന് തലയിലേക്ക് വേദന വരും. ഈ മുകൾ ഭാഗത്തുള്ള സ്പൈൻ ആകുമ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഞരമ്പ് പോകുന്നത് തലയുടെ ഭാഗത്തേക്കാണ്. അപ്പോൾ മുകൾ ഭാഗത്തുള്ള സ്പൈനിൻ്റെ ഭാഗത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ പെയിന് വരുന്നത് തലയിലേക്കാണ്. അപ്പോൾ കഴുത്തിൻ്റെ പുറകുവശത്ത് തുടങ്ങിയിട്ട് തലയിലേക്ക് വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യും. രണ്ടാമത് താഴത്തെ ഭാഗം, കഴുത്തിൻ്റെ താഴത്തെ ഭാഗത്താണ് ഒരു അസുഖം വരുന്നതെങ്കിൽ, ഒരു ഡിസ്ക് തള്ളിച്ചോ അല്ലെങ്കിൽ വേറെ തേയ്മാനോ കാര്യങ്ങളോ വരുന്നതെങ്കിൽ അതിൻ്റെ വേദന ഞരമ്പിനെ ബാധിക്കുകയാണെങ്കിൽ അത് വരുന്നത് കൈകളിലേക്കാണ്. അപ്പോൾ കഴുത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു വേദന വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേദന നമുക്ക് വരിക കൈകളിലേക്കാണ്. അപ്പോൾ അത് ഞരമ്പിനെ നാഡികളെ ബാധിക്കുകയാണെങ്കിൽ കൈയിൻ്റെ വിരൽ വരെ വേദന വരും. അപ്പോൾ അത് ഓരോ വിരലിലേക്ക് അനുസരിച്ച് ഏത് നാഡിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലത് എൽബോ വരെ ആയിരിക്കും, ചിലത് താഴെ ഈ തമ്പ് വരെ ആയിരിക്കും വേദന വരുന്നത്, ചിലപ്പോൾ അത് ഈ മിഡിൽ ഫിംഗറിലേക്കായിരിക്കും. അപ്പോൾ ഏത് ഭാഗത്തേക്കാണ് വേദന വരുന്നതെന്നനുസരിച്ച് നമുക്ക് ഏത് ഡിസ്കിനായിരിക്കും അല്ലെ ഏത് ഭാഗത്തുള്ള നാഡികൾക്കാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് കഴുത്തിൻ്റെ ഭാഗത്ത്. അത് കഴുത്തിൻ്റെ ഭാഗത്ത് മാത്രമല്ല, തൊട്ട് താഴെ നമുക്കുള്ളത് ഈ സെൻട്രൽ ചെസ്റ്റിൻ്റെ ഭാഗമുണ്ട്. അതിൻ്റെ പുറകിലുള്ള സ്പൈനും ഇതുപോലെ തന്നെ പ്രശ്നം വരാം. മറ്റതിനെ അപേക്ഷിച്ച് കഴുത്തിൻ്റെയും നടുവിൻ്റെയും ഭാഗത്തെ അപേക്ഷിച്ച് ഇത് കുറവാണെങ്കിലും ഇതും നമ്മൾ സാധാരണയായി വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്.
അത് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നട്ടലിൻ്റെ ഡിസ്കിന്, ഈ ഭാഗത്തുള്ള ഡിസ്കിന് പകരം നമ്മൾ ഇതിനെ ചുറ്റുമുള്ള പേശികൾക്കാണ് ഏറ്റവും സാധാരണയായി പ്രശ്നങ്ങൾ കാണുന്നത്. കാരണം അത് ഈ പൊസിഷൻ ശരിയില്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ സൈഡിൽ, നട്ടലിൻ്റെ സൈഡിലായിട്ട് മിഡ് ബാക്ക്, അതായത് നമ്മൾ നേരെ നടുവിൻ്റെ പുറത്ത്, നെടുമ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് വേദന അനുഭവപ്പെടും. പ്രത്യേകിച്ചും കുറച്ച് നേരം നിന്ന് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ പൊസിഷൻ ശരിയില്ലാതെ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്നതിൽ അവിടെ ഒരു സ്ക്രൂയിങ് സെൻസേഷൻ അല്ലെങ്കിൽ ചെറിയൊരു വേദന വരും. പിന്നെ മെല്ലെ മെല്ലെ സൈഡിലേക്ക്, വാരിയുടെ സൈഡിലേക്ക് അല്ലെങ്കിൽ ഫ്ലാങ്കിലേക്ക് വേദന വരും. അപ്പോൾ നട്ടെല്ലാം തുടങ്ങിയിട്ട് ഇങ്ങനെ സൈഡിലേക്ക്, വാരിയുടെ ഭാഗത്തേക്ക് വേദന വരുന്നത് ഈ ഭാഗത്തുള്ള സ്പൈനിൻ്റെയും അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള മസിൽസിൻ്റെയും പ്രശ്നങ്ങൾ കൊണ്ടാണ് സാധാരണയായി വരുന്നത്. അതുപോലെ തന്നെ താഴത്തേക്ക് എത്തുമ്പോൾ, താഴെ നമ്മൾ ലംബാർ സ്പൈൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ പുറകിലുള്ള നാഡികൾക്കാണ് പ്രശ്നം വരുന്നതെങ്കിൽ അതിൻ്റെ വേദന വരുന്നത് കാലുകളിലേക്കാണ്. അപ്പോൾ സ്പൈൻ എന്ന് പറയുന്നത് മൊത്തത്തിലുണ്ടെങ്കിലും താഴത്തെ വേദന വരുമ്പോൾ നമുക്ക് വേദന വരുന്നത് പുറകിലാണ്, അതായത് ഇടുപ്പിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ പുറകിലുമായിട്ടാണ് വേദന വരിക. അവിടുന്ന് കാലിലേക്ക് വേദന ഇറങ്ങും. ഏത് നാഡിയാണോ അത് ബാധിച്ചിട്ടുള്ളത് ആ നാഡിയുടെ ഭാഗത്തേക്ക്, കാലിൻ്റെ ഭാഗത്തേക്ക് വേദന ഇറങ്ങും. അപ്പോൾ ഇവിടെ ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ, ഡിസ്ക് തള്ളിക്കഴിഞ്ഞാണെങ്കിൽ അത് ഏത് ഞരമ്പിനാണ് കംപ്രസ് ചെയ്യുക, ആ ഞരമ്പിൻ്റെ ഭാഗത്തേക്ക് താഴെ വരെ, വിരൽ വരെ വേദന വരും. അത് നേരെ മറിച്ച് ഡിസ്കിൻ്റെ ജസ്റ്റ് തേയ്മാനം മാത്രമേ ഉള്ളൂ, ഈ നാഡികൾക്കൊന്നും കംപ്രഷൻ ഇല്ലെങ്കിൽ ബാക്കിൽ മാത്രമായിട്ട് വേദന വരും. അതല്ലെങ്കിൽ നമുക്ക് സ്പൈനിൻ്റെ പുറകിലായിട്ട് ജോയിൻറ്റുകൾ കാണാം. അതായത് ഈ നട്ടലിനെയും ഇടുപ്പലിനെയും ജോയിൻറ്റ് ചെയ്യുന്ന SI ജോയിൻ്റ് എന്ന് പറയും. അതുപോലെ തന്നെ എല്ലാ കശേരുക്കൾക്കിടയിലും നമുക്ക് ചെറിയ ചെറിയ സന്ധികൾ കാണാം. മുകളിലോട്ട് താഴെ ഓരോ കശേരുക്കൾക്കിടയിലും ചെറിയ ചെറിയ ജോയിൻറ്റുകളുണ്ട്. അപ്പോൾ ഈ ജോയിൻറ്റുകളുടെ വേദനയാണെങ്കിൽ സാധാരണയായി നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അത് ബാക്കിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് വേദന ഉണ്ടാകുക. അപ്പോൾ നട്ടലിൻ്റെ വലത്തെ സൈഡിൽ മാത്രം വേദന, കാലിലേക്ക് ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ കാലിൻ്റെ തുടയുടെ ഭാഗത്ത് മാത്രം. അത്തരത്തിലുള്ള രീതിയിൽ വേദന വരികയാണെങ്കിൽ, പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകളിലോ അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും ആക്സിഡൻറ്റോ മറ്റോ പറ്റിയ ആളുകൾക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഫാസറ്റ് ജോയിൻ്റ് ആർത്രോപ്പതി, അതായത് ഈ ജോയിൻറ്റിൻ്റെ പ്രശ്നം കാരണമുള്ള വേദന വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളാണ്, അതായത് ഈ കശേരുക്കൾക്കിടയിലുള്ള ഡിസ്കിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള നാഡികളുടെയോ അല്ലെങ്കിൽ ചുറ്റും കവർ ചെയ്യുന്ന മസിൽസിൻ്റെയോ അല്ലെങ്കിൽ ജോയിൻസിൻ്റെയോ ഭാഗമായിട്ടാണ് സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പെയിനുകൾ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വേദനകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു എങ്ങനെ വരാതെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യേണ്ടത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് നമുക്കൊരു കഴുത്ത് വേദനയോ അല്ലെങ്കിൽ ഒരു നടുവേദനയോ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഇഗ്നോർ ചെയ്യും. അതായത് നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം തുടക്കത്തിലാകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഒരു മസിലിൻ്റെ സ്ട്രെയിൻ ആയിട്ട് തുടങ്ങുന്നതാണെങ്കിൽ ആ സമയത്ത് നമ്മളത് വേദന മാറ്റുകയും നമുക്ക് പിന്നീട് സ്ട്രെങ്ത് കൂട്ടാനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം, ആ ഒരു സ്പൈനിൻ്റെ പ്രശ്നം അവിടെ നിർത്താൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചെയ്യാതെ നമ്മൾ ആ വേദന സഹിച്ചുകൊണ്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ വേദന കയ്യിലേക്കും കാലിലേക്കും ഒക്കെ ഇറങ്ങാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി അതിന് പുറകുള്ള നാഡികൾക്കും പ്രശ്നം വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്നാലും ആ ഒരു പോയിന്റിലെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ പിന്നീടും അത് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് നടുവിൽ നിന്നും കാലിലേക്ക് വേദനയുള്ള ഒരാൾ നമ്മളത് കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറാതെ കുറേ കാലം കൊണ്ടുനടക്കുകയാണെങ്കിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തും ഒക്കെ പെയിൻ വരാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഈ വേദനകൾ ഞരമ്പ് വഴി സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് കാലം വേദന ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും അത് ഞരമ്പ് വഴി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മൾ കഴിയുന്നതും പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക. ഈ സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്നറിയപ്പെടുന്ന ഈ സ്പ്രെഡിങ് ഓഫ് പെയിൻ ഉണ്ടല്ലോ, അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ വരുന്ന ആൾക്കാരിലാണ് ഈ വേദനകൾ മാറ്റാൻ ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വരുന്നത്. അതായത് കുറേ കാലങ്ങളായി 10 വർഷം 20 വർഷമായി നടുവേദനയും കഴുത്തുവേദനയും മാറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള ആളുകളിലാണ്. നമ്മൾ വേദന വെച്ചിരുന്ന് അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് ഞരമ്പിനെയൊക്കെ ബാധിച്ച് സ്പ്രെഡ് ആകുന്ന ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് നമുക്ക് വേദന മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അത്തരത്തിലുള്ള വേദനകൾ മാറ്റിയെടുക്കാൻ പറ്റും, പക്ഷേ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. തുടക്കത്തിലാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ എളുപ്പമാണ്. അതൊരു ചിലപ്പോൾ ഒരു മെഡിസിൻസോ അല്ലെങ്കിൽ ചിലപ്പോൾ എക്സസൈസിലോ ചിലപ്പോൾ ഇഞ്ചക്ഷൻസിലോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. തുടക്കത്തിലാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ ഈ പറഞ്ഞ രീതിയിൽ സെൻസിറ്റൈസേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ സ്പൈനിൻ്റെ ഹെൽത്ത് നമ്മൾ നോക്കുക, വേദന വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. ഇൻ കേസ് വേദന വരികയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചത് മാറ്റിയെടുക്കാനും തിരിച്ച് റീഹാബിലിറ്റേഷൻ, അതായത് തിരിച്ച് സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക. ഇതാണ് നമുക്ക് ഇന്നത്തെ വേൾഡ് സ്പൈൻ ഡേയിലുള്ള പ്രധാനപ്പെട്ട സന്ദേശം. ഇതാണ് കഴിയുന്നതും നമ്മൾ തുടക്കത്തിലെ ചികിത്സിക്കുക, നമ്മളെ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് സ്പൈൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാവരുടെയും സ്പൈൻ ഹെൽത്തിയായി തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.